ഞങ്ങൾ ആദ്യം പോയത് ഹരിദ്വാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എല്ലാവർക്കും അറിയണത് തന്നെയാണ്. ഉത്തരേന്ത്യൻ ഭാഗത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഹരിദ്വാറിന് തൊട്ട് തന്നെയാണ് ഋഷികേശ് സ്ഥിതി ചെയ്യുന്നത്. ഹരിദ്വാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി ടൂറിസ്റ്റുകളെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ അധികം കാണാൻ സ്ഥലങ്ങളില്ല എന്ന് വേണം പറയാൻ. ഋഷികേശിലാണ് അധികം സ്ഥലങ്ങളുള്ളത്. അത് കാരണം തന്നെ ഇവിടെയാണ് ടൂറിസ്റ്റുകളുടെ കൂടുതൽ ക്രൗഡും നമുക്ക് കാണാൻ സാധിക്കുക. ഹരിദ്വാറിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഗംഗാ ആരത്തിയാണ്. അപ്പോൾ ആ ഗംഗാ ആരത്തി ആ സമയത്ത് അവിടെ നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ മംഗള ആരതി പറഞ്ഞിട്ടുണ്ട്, വൈകുന്നേരവും അതെ ഗംഗാ ആരതി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അന്ന് പങ്കുചേർന്നത് രാവിലത്തെ മംഗള ആരതിക്കാണ് ഹരിദ്വാറിൽ ഞങ്ങൾ പങ്കുചേർന്നത്. ഹരിദ്വാറിൽ കാര്യമായിട്ട് ഒരു പ്രത്യേക അട്രാക്ഷൻ എന്നുള്ളത്, ഹരിദ്വാറിന് ഏകദേശം 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഹരിദ്വാറിൻ്റെയും റൂർക്കിൻ്റെയും നടുക്കായിട്ട് കങ്കാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ദക്ഷേശ്വർ മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട്. അവിടെ ആണ് ദക്ഷ പ്രജാപതി യജ്ഞം നടത്തിയ, നമ്മൾ ഭാഗവതത്തിലൊക്കെ കേട്ടിട്ടുള്ള ദക്ഷയാഗം കഥ നടന്നിട്ടുള്ള സ്ഥലമാണെന്നാണ് പറയുക. നമ്മൾ കേരളീയർക്ക് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ആ ഒരു കഥ നടന്നിട്ടുള്ള എന്നുള്ളൊരു സങ്കല്പമുണ്ട്. ജോഗ്രഫിക്കലി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ആവാനാണ് കൂടുതൽ സാധ്യത. കാരണം ഉത്തരേന്ത്യൻ ഭാഗത്ത് അടുത്താണല്ലോ കൈലാസമൊക്കെ വരുന്നത്. എന്തായാലും ഓരോ സങ്കല്പങ്ങളാണ്. നമ്മൾ വിശ്വസിക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് ഭഗവാന്റെ ആ ഒരു ദർശനവും സാന്നിധ്യമൊക്കെ കിട്ടുക അല്ലേ. അപ്പോൾ എന്തായാലും അവിടെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ദക്ഷയാഗം നടന്ന സ്ഥലം, അതേപോലെ സതീദേവി ദേഹത്യാഗം ചെയ്ത സ്ഥലം, പിന്നെ മഹാദേവൻ്റെ ദർശനം കണ്ട സ്ഥലം, ഇങ്ങനെ അനേകം സങ്കല്പങ്ങളൊക്കെ നമുക്ക് തൊഴാനൊക്കെ സാധിക്കും. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. പിന്നെ അതിൻ്റെ തീരത്ത് തന്നെ ഗംഗാനദിയുടെ പ്രവാഹമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് ഞങ്ങൾക്ക് ഗംഗാനദിയെ നമസ്കരിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റി. അപ്പോൾ അതാണ് അവിടുത്തെ മെയിനായിട്ട് ഒരു അട്രാക്ഷൻ ഉള്ളത്. പിന്നെ മറ്റ് ചില ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. വേറൊരു ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ പോയത് മായാദേവി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിലേക്ക് പോയി. അത് ശക്തിപീഠങ്ങളിൽ ഒന്നാണെന്നാണ് പറയുന്നത്. അതായത് സതീദേവിയുടെ ഹൃദയവും നാഭിയും വീണ സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ ഉള്ള ശക്തിപീഠമാണ് അവിടെ മായാദേവി ക്ഷേത്രം. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഗംഗാ ആരതിയാണ് അവിടെ മെയിനായിട്ടുള്ളത്. വേറെ 2 ക്ഷേത്രങ്ങൾ, മാനസാദേവി ക്ഷേത്രവും അതേപോലെ ചണ്ഡീദേവി ക്ഷേത്രവും, ഈ സിദ്ധ പീഠങ്ങളെന്ന് പറയപ്പെടുന്ന ഈ 2 ക്ഷേത്രങ്ങൾ അത് കുന്നിൻ്റെ മുകളിലായത് കാരണം ഞങ്ങൾക്ക് അത് കവർ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഇങ്ങനെ 2-3 ക്ഷേത്രങ്ങളും പിന്നെ ഗംഗാദേവിയെ ആരാധിക്കണം, ഗംഗാ ആരതിയാണ് ഹരിദ്വാറിലെ മെയിനായിട്ട് ഉള്ള സങ്കല്പങ്ങൾ കാണാനുള്ളതായിട്ടുള്ളത്. ഹരിദ്വാർ എന്ന് പറയുമ്പോൾ ഹരിയുടെ ദ്വാരം അല്ലെങ്കിൽ ഹരിയിലേക്കുള്ള ദ്വാരം എന്നുള്ള അർത്ഥം വരുന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് അവിടെ ചെന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ കാര്യമായിട്ട് ആരാധന മഹാദേവനാണുള്ളത് എന്നാണ്. മഹാദേവനെയാണ് കൂടുതലായിട്ട് ഈ 2 പ്രദേശങ്ങളിലും, ഹരിദ്വാറിലായാലും ഋഷികേശിലായാലും പൂജകളും സങ്കല്പങ്ങളും ഒക്കെ വരുന്നത് മഹാദേവൻ്റെയാണ് എന്നുള്ള ഒരു പ്രത്യേകത നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതാണ് ഹരിദ്വാറിലെ വിശേഷങ്ങൾ.